കേരള രാഷ്ട്രീയത്തിലെ അതികായകൻ ഭീഷ്മാചാര്യനൊക്കെ ആയിരുന്ന കെ എം മാണി ഓർമ്മയായിട്ട് നാളെ 5 ആണ്ട് തികയും. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ രാഷ്ട്രീയത്തിലെ ഗതിവിഗതികളെ ഏറെ സ്വാധീനിച്ച പാലക്കാടിൻ്റെ ഓർമ്മകൾ ഇന്നും കേരള ജനതയ്ക്ക് മനഃപ്പാടമാണ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം കത്തി നിൽക്കുമ്പോൾ 2019 കെ എം മാണിയുടെ വിയോഗം. 4 പതിറ്റാണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലയെടുപ്പും ആജ്ഞാശക്തിയും തന്ത്രജ്ഞനുമായിരുന്നു കെ എം മാണി. കർഷകരുടെയും കഠിനാധ്വാനികളുടെയും നാടായ പാലായിൽ അവിടെ നിന്നുയർന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ തലതൊട്ടപ്പനായ നേതാവ്. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് കാട്ടിത്തന്ന ജനനായകൻ. നിയമബിരുദമെടുത്ത് 1955 കോഴിക്കോട്ട് പ്രാക്ടീസ് ആരംഭിച്ച സമയത്താണ് കെ എം മാണി രാഷ്ട്രീയത്തിലെത്തുന്നത്. 1965 തെരഞ്ഞെടുപ്പിൽ പാലായിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. കോൺഗ്രസിലെ അഡ്വക്കേറ്റ് വി ടി തോമസിനെ 9585 വോട്ടിന് തോൽപ്പിച്ചായിരുന്നു കെ എം മാണി ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർച്ചയായി 54 വർഷം പാലായെ പ്രതിനിധീകരിച്ചു. രാജ്യത്തെ നിയമസഭകളുടെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡാണിത്. അടിയന്തരാവസ്ഥ കാലത്ത് 1975 ആദ്യമായി മന്ത്രിയായി. 1980 ഇ കെ നായനാർ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി. പിന്നീട് ആ സ്ഥാനത്തും റെക്കോർഡ് നേടി. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി എന്ന പേരും നേടി. 13 ബജറ്റുകൾ. കൈവയ്ക്കാത്ത വകുപ്പുകൾ അപൂർവമായിരുന്നു. ആഭ്യന്തരം, നിയമം, റവന്യൂ, ജലസേചനം, വൈദ്യുതി, നഗരവികസനം, ഇൻഫർമേഷൻ ടെക്നോളജി, ഹൗസിംഗ് തുടങ്ങിയ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. കേരളത്തിൽ ഏറ്റവും അധികകാലം മന്ത്രിയായിരുന്നതും കെ എം മാണിയാണ്. അവസാന നാളുകളിലും രോഗബാധിതനായി കഴിയുമ്പോഴും കർമ്മനിരതനായിരുന്നു എന്നത് നാടിനെയും അവരുടെ പ്രശ്നങ്ങളെയും എത്രത്തോളം അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു എന്നതിന് തെളിവായിരുന്നു. കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രമല്ല, കേരള ജനമനസ്സുകളിൽ ഇന്നും കെ എം മാണി ജീവിക്കുന്നു.